സർ, വന്നിരിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ അങ്ങോട്ട് വായിച്ച് കേൾപ്പിക്കാം. സർ, ഒരു ചോദ്യം വന്നിരിക്കുന്നത്, ഇൻ ദ ന്യൂ ടെസ്റ്റമെൻറ്റ് ഇറ്റ് സെഡ് ലവ് യുവർ എനിമീസ്, പ്രേ ഫോർ ദോസ് ഹു ടോർച്ചർ യു. So, is the current action of Israel towards civilians justified biblically and in humanitarian perspective? They don't believe in New Testament. They believe only in the Old Testament. So, this New Testament is not applicable to them. Okay, sir. So, while you were speaking, one thing that struck me was that Israel is going to get isolated. But if you go by the current happenings, we saw what President Joe Biden said when he visited Israel. He gave an all-out support for Israel. So, and if we look at the things, how they are developing, there is a good support from the evangelical Christians in the US. There is a strong Jew lobby in the US. So, when do you think this is going to happen? You were about to continue, but because of constraints of time, we couldn't. So, could you elaborate on that? Yes. ചോദിച്ചത് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസും അമേരിക്കൻസും ഇസ്രയേലിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്നാണ് ഇത് സംഭവിക്കാൻ പോകുന്നതെന്നാണ് ചോദിച്ചത്. സിമ്പിൾ ആൻസർ, ആഫ്റ്റർ ദ റാപ്ചർ. ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസും അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ ബോൺ അഗെയിൻ ബിലീവേഴ്സ് ഉള്ളത്. ഈ ബോൺ അഗെയിൻ അവരുടെ എം പിമാർ, നമ്മൾ പറയുന്ന പോലെ പാർലമെൻറ്റ് അംഗങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ബോൺ അഗെയിൻ ആളുകളാണ്. ഈ ബോൺ അഗെയിൻ ആളുകളൊക്കെ റാപ്ചറിൽ എടുത്തുകൊള്ളപ്പെട്ട് കഴിയുമ്പോൾ ഹു വിൽ ബി ലെഫ്റ്റ് ഹിയർ? ഇറ്റ്സ് ഓൺലി സെക്യുലർ പീപ്പിൾ. അന്നാണ് ഞാനൊരു വാക്യം വായിക്കാം, ജെരമ്യാവ് 30, ജെരമ്യ ചാപ്റ്റർ 30. ഈ ട്രിബുലേഷൻ ഇസ്രയേൽ അനുഭവിക്കാൻ പോകുന്ന ദുരിതത്തെക്കുറിച്ച് പറയുമ്പോഴാണ് പറഞ്ഞിരിക്കുന്നത് 13-ാം വാക്യം, നിൻ്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല, നിൻ്റെ സ്നേഹിതന്മാരൊക്കെ നിന്നെ മറന്നിരിക്കുന്നു. There won't be anybody to plead your cause. Even your friends will forsake you. That will happen only after the rapture. Okay, sir. Moving on to the next question. Are there any biblical evidences of genetic superiority of Jews? Superiority of the Jews. When we come to 1 Corinthians chapter 10, 1 Corinthians 10-ാം അധ്യായം, 1 Corinthians 10-ന്റെ 32-ാം വാക്യത്തിൽ ലോക ജനതയെ ദൈവം 3ആയി തിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് യഹൂദൻ, യവനൻ, ദൈവസഭ. ജൂ, ജെൻഡൈൽ ആൻഡ് ദ ചർച്ച് ഓഫ് ഗോഡ്. ജൂവിനാണ് ദൈവം ആദ്യം പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത്. ജൂ, ജെൻഡൈൽ ആൻഡ് ദ ചർച്ച് ഓഫ് ഗോഡ്. ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ജൂവിൽ നിന്നും ജെൻഡൈലിൽ നിന്നും യഹൂദനിൽ നിന്നും ജാതികളിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്നവരാണ്. എന്നാൽ നമ്മൾ ഓർക്കണം, യഹൂദന് ദൈവം കൊടുത്ത ദൈവവചനം അവരുടെ കയ്യിലാണ് കൊടുത്തത്. യേശുക്രിസ്തു ജനിക്കാൻ ഇവരെയാണ് ഒരുക്കിയത്. നമ്മൾ മത്തായി 1-ാം അധ്യായത്തിൽ ജീനിയോളജി ഓഫ് ക്രൈസ്റ്റ് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ജീനിയോളജി ഫ്രം ജൂയിഷ് പീപ്പിൾ. അങ്ങനെ അവർക്ക് തീർച്ചയായിട്ടും പ്രിവിലേജ് ഉണ്ട്. നമ്മളെ യഹൂദനോട് കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ദൈവസഭ. ഇന്ന് യഹൂദനും യവനിൽ നിന്നും വ്യത്യാസമില്ലാതെ പണിതുകൊണ്ടിരിക്കുകയാണ്. Thank you, sir. So, moving on, do you think there should be a truce to prevent further deaths? There should be a truce, an end to this war. Yes, sir. Yes, there will be a truce. That's, you read it in Daniel chapter 9. Daniel chapter 9. For 7 years there will be a truce that is known as peace treaty. Daniel chapter 9 verses 27. അവൻ, that is Antichrist, ഒരു ആഴ്ചവട്ടം, that is 7 years, he will make a strong covenant with many. Jewish പീപ്പിളിനോടും അറബ് പീപ്പിളിനോടും ഒരു സ്ട്രോങ് കവനന്റ് ഉണ്ടാക്കും. That is also only after the rapture. Okay, sir. How are these events related to Gog-Magog war in Ezekiel chapter 38?
ഞാനൊരു മാപ്പ് കൊണ്ടുവന്നായിരുന്നു, അത് എടുക്കാനൊന്നും നേരം കിട്ടിയില്ല. ഇറ്റ്സ് എ പ്ലാസ്റ്റിക് മാപ്പ്. ഇത് ഞാൻ ഇസ്രയേലിൽ നിന്ന് മേടിച്ചതാണ്. ഞാനിത് മേടിച്ചതിൻ്റെ കാരണം, see, all the mountains are embossed here. All the mountains are embossed. See, 5 chapters in the Bible speaking about the mountains of Israel. Ezekiel chapter 35. That's a long study, but I will condense it within a few few minutes. If you take Ezekiel chapter 35, see, this is a prophecy to Mount Seir. Mount Seir is Edom. I told you Edom, I believe, is the present Palestinians. There, 12ാമത്തെ വാക്യം, ഇസ്രയേൽ പർവ്വതങ്ങൾ ശൂന്യമായിരിക്കുന്നു, അത് ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇസ്രയേൽ പർവ്വതം. See the next chapter, verses 30. Next chapter, yes. നീയോ മനുഷ്യപുത്ര, ഇസ്രയേൽ പർവ്വതങ്ങളോട് പ്രവചിച്ച്, ഇസ്രയേൽ പർവ്വതങ്ങളെ, ദൈവം എന്തിനാ അങ്ങനെ പറഞ്ഞത്? ദൈവത്തിന് പറഞ്ഞാൽ മതിയായിരുന്നു, ഇസ്രയേലിനോട് പ്രവചിച്ച് പറയണമെന്ന്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഗോഡ് സേസ് ഇസ്രയേൽ പർവ്വതത്തോട് പറയണം. അടുത്ത ചാപ്റ്റർ 37 ഇസ്രയേലിനെ തിരിച്ചു കൊണ്ടുവരുന്നതാണ്. അത് പറയുമ്പോൾ അവിടെയും പറയുന്നുണ്ട്, അവരെ ഇസ്രയേൽ പർവ്വതത്തിൽ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. I think it is in somewhere 22 onwards. അവിടെ വീണ്ടും ഇസ്രയേൽ പർവ്വതത്തിൽ നിങ്ങളെ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. ചാപ്റ്റർ 38 നോക്കി. ഇപ്പോൾ റഷ്യയുടെ കാര്യമായി ചോദിച്ചത്. 38 and 39 is about Russia attacking along with the terrorist Islamic countries. That's the exact word I am using. Not the moderate Islamic countries. Terrorist countries, because God has mentioned the names of the countries here. You look at verses 5 onwards. First country that is mentioned is Persia. Persia means it is Iran. Ethiopia, Kushar, Ethiopia. Gomer, it is part of Turkey. These are all terrorist mind Islamic people. These people, along with Russia, they are going to attack Israel. Where they are going to come? Look at verses 8. 8ാമത്തെ വാക്യം നോക്കിയേ. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടുന്നു, വാളിന് ഒഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്ത് നീ ഒടുക്കമെന്ന് ചേരും, നിരന്തര ശൂന്യമായി കിടന്ന ഇസ്രയേൽ പർവ്വതങ്ങളിൽ തന്നെ. ദൈവം ഷുവറായിട്ട് പറയുക, റഷ്യ യുദ്ധത്തിന് വരുന്നത് ഇസ്രയേൽ പർവ്വതത്തിലാണ്. Chapter 39 verses 2. നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ ആരിലൊന്നിനെ ശേഷിപ്പിച്ച് നിന്നെ വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രയേൽ പർവ്വതങ്ങളിൽ വരുത്തും. 4ാമത്തെ വാക്യം, നീ നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടുകൂടെ പല ജാതികളും ഇസ്രയേൽ പർവ്വതങ്ങളിൽ വീഴും. ഈ 5 അധ്യായത്തിലും ഇസ്രയേൽ പർവ്വതം എന്ന് പറയുന്നു. If you take ഈ മാപ്പ് നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയില്ല. See, this central part is the mountains of Israel. ഇസ്രയേലിൻ്റെ ഈ ഭാഗത്തൊന്നും മൗണ്ടൻസ് ഇല്ല. Look at that central part. This is mountains of Israel. ഇത് ഏതാണെന്നറിയാമോ? This is the modern West Bank. ഇന്ന് നമ്മൾ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ വെസ്റ്റ് ബാങ്ക് ബൈബിളിൽ പറയുന്നത് ശമരിയ, ജൂഡിയ. താഴത്തെ സ്ഥലം ജൂഡിയ, മുകളിലത്തെ സ്ഥലം ശമരിയ. ഈ ശമരിയ ജൂഡിയ പ്രോബ്ലം, ഇതാണ് പുടിൻ പറഞ്ഞത്. ഞാൻ ഓർപ്പിച്ചത് 67 ഇസ്രയേൽ പിടിച്ചെടുത്തതാണ് ഈ വെസ്റ്റ് ബാങ്ക്. ഇത് വിട്ടുകൊടുക്കണം. ഈ വെസ്റ്റ് ബാങ്കിൻ്റെ അകത്താണ് ജെറുസലേം. മീറ്റിംഗ് കഴിഞ്ഞ് അടുത്ത് വന്നാൽ ഈ മാപ്പ് എടുത്ത് നിങ്ങൾക്ക് നോക്കാം. സോ 5 ചാപ്റ്റർ റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് ഈ മൗണ്ടൻസ് ഓഫ് ഇസ്രയേലിനുള്ള ബന്ധത്തിലാണ്. ദാറ്റ് ഈസ് എ വെസ്റ്റ് ബാങ്ക് പ്രോബ്ലം. ദാറ്റ് ഈസ് ദ ഇഷ്യൂ. പുടിൻ പറഞ്ഞ പോലെ UN സെക്യൂരിറ്റി കൗൺസിൽ പാസ്സാക്കിയത് പ്രാബല്യത്തിൽ കൊണ്ടുവരാത്തതാണ് ഇതിൻ്റെ എല്ലാം പ്രോബ്ലം. ഹിയർ ദ വാർ വിൽ സ്റ്റാർട്ട് ബൈ ഈജിപ്റ്റ്. റഷ്യ വിൽ ബി സപ്പോർട്ടിങ്.
They will be coming from the farthest north, and there is no other country behind, northern part of, you take a map, it will be Russia. Yes. Okay, sir. Sir, as you mentioned, if more than 50% of the population in Israel are atheists, will traditions of Yom Kippur, like putting down defenses, should have been relevant? Doesn't it look like an act of foolishness? Can be foolishness. Yes. It is, നമ്മളൊക്കെ ക്രിസ്മസ് ആഘോഷിക്കുന്ന പോലെ, മീനിങ്ലെസ് ക്രിസ്മസ് ആഘോഷിക്കുന്ന പോലെ അവരുടെ റൈച്വൽസ് ഒക്കെ അവർ ആഘോഷിക്കുന്നുണ്ട്. Okay, sir. Sir, can the value of humanity in Bible ever condone the apartheid regime of Israel backed by American imperialism to cleanse the Palestinians, even though this was prophesied earlier? What is Bible's guide? What is the question? Sir, can the value of humanity in the Bible, the value of humanity in the Bible, so the Bible is all about peace, love, and humanity, can it condone the apartheid regime of Israel, which is backed by the US, to cleanse Palestinians, even though this was prophesied earlier in the Bible? See, Palestinians have a mentality of, you take chapter 35 of Ezekiel, verses 5. Ezekiel chapter 35:5. ഇത് ഈദോമിനോട് പറയുന്നതാണ്. നീ നിത്യവൈര്യം ഭാവിച്ചു, ഇസ്രായേൽ മക്കളുടെ അന്ത്യാകൃത്യമായി അവരുടെ ആപത്ത് കാലത്ത് നീ അവരെ വാളിനേൽപ്പിക്കുന്നു. യു ഹാവ് ഹാർബേർഡ് ആൻ ആൻഷ്യൻ ഹോസ്റ്റിലിറ്റി. എന്ന് തുടങ്ങിയ ആ ഹോസ്റ്റിലിറ്റി? ഇൻ ദ ടെൻസ് ഓഫ് എബ്രഹാം. യേശാവും യാക്കോബും കൂടെ തുടങ്ങിയ വൈരാഗ്യമാണ്. It's about 4,000 years old hatredness. They are keeping that hatredness in their heart. And you, throughout the history, you can find that they are always using this hatredness to kill and to destroy the Jewish people. Okay, sir. Sir, according to the Bible, will India stand with Israel? According to the Bible, will India stand with Israel? See, in the last war, India is not mentioned in which part India is going to take place. But, after the Russia, war, there is another war which is going to take place in the almost end of the 7th year tribulation. There, the eastern countries is Asian countries. It is not one country, but it is a coalition of countries. 200 million army will march from eastern countries. Probably it will be China, India and all, because here is the population explosion. 200 million army will go from here towards, Israel for Armageddon war. So India will have a part in that last part. Okay, sir. Sir, there are reports that Israel is going to rebuild their temple. Yeah. How close is that event? ഇസ്രയേലിലെ ആദ്യത്തെ ടെമ്പിൾ സോളമനാണ് ബിൽഡ് ചെയ്തത്. ദാറ്റ് വാസ് ഡിസ്ട്രോയ്ഡ് ബൈ നെബുക്കദ്നേസർ. സെക്കൻഡ് വാസ് ബിൽഡ് ബൈ സെറുബബേൽ ആൻഡ് റീബിൽഡ് ബൈ ഹെറോദ്, കിങ് ഹെറോദ്. ഇറ്റ് വാസ് ഡിസ്ട്രോയ്ഡ് ഇൻ AD 70 ബൈ റോമൻസ്. ഇപ്പോൾ അവർക്ക് ടെമ്പിൾ ഇല്ല. പക്ഷേ ഇസ്രയേലിൽ ചെന്നാൽ യു ക്യാൻ ഫൈൻഡ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഇസ് നോൺ ആസ് ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. That is a most fascinating place for me in Israel. I have gone there many times. ഞാൻ പലപ്പോഴും അവിടെ പോയിട്ടുണ്ട്. അടുത്ത ജൂയിഷ് ടെമ്പിളിൽ ഉപയോഗിക്കേണ്ട ഏതാണ്ട് എല്ലാം അവരുണ്ടാക്കി. They told, we need 93 individual pieces to start the next temple service. We have made 90 pieces. I have seen menorah, 7 കവരം ഉള്ള ഏതാണ്ട് 80 കിലോഗ്രാമിൽ സ്വർണ്ണത്തിൽ ഉണ്ടാക്കിയ വിളക്ക്. I have seen with my eyes. I have seen a table of showbread which is covered with gold. I have seen the altar. I have seen the altar of incense. And I have seen the high priest garment. High priestന്റെ garment. ഞാൻ എൻ്റെ മറ്റ് ചരിത്രത്തിൽ പോകുന്നില്ല. അവർ പറഞ്ഞു
one garment is costing $1 lakh. $1,00,000 ഒരു ഗാർമെൻറ്റിൻ്റെ വില, ഹൈ പ്രീസ്റ്റിൻ്റെ. അതെല്ലാം ഉണ്ടാക്കി ഔട്ട് ഓഫ് 93 pieces they have made 90 pieces. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എന്നപ്പോൾ ചോദിച്ചു, യു കനോട്ട് മേക്ക് ആർക്ക്, നിങ്ങൾക്ക് ആർക്കുണ്ടാക്കാനൊക്കത്തില്ല. അതായത് മോശ കൊണ്ടുവന്ന കൽപ്പലകയും അഹരോൻ്റെ തളുത്ത വടിയും മന്നയിട്ട് വെച്ച പാത്രവും ഈ പെട്ടകത്തിനകത്തുണ്ട്. പെട്ടകം നിങ്ങൾക്ക് ഉണ്ടാക്കാനൊക്കത്തില്ല. പെട്ടകം എവിടെയാണെന്ന് അറിഞ്ഞും കൂടാ. നിങ്ങൾ എങ്ങനെ പെട്ടകം ഉണ്ടാക്കും എന്ന് ചോദിച്ചപ്പോൾ ഗോഡ് വിൽ റിവീൽ ഇൻ ഹിസ് ഓൺ ടൈം എന്ന് പറയും. ഞാൻ ലാസ്റ്റിൽ ഇസ്രയേലിൽ പോയതിൻ്റെ മുമ്പിലത്തെ സമയത്ത് ഞാൻ അവിടെ ഇരുന്നപ്പോൾ എനിക്ക് കരണമെന്ന് തോന്നി. കാരണം അവർ പറഞ്ഞു, വി നോ വെർ ഇസ് ദ ആർക്ക്. പഴയ ആർക്ക് അവർ കണ്ടുപിടിച്ചു. ദേ നോ വെർ ഇസ് ദ ആർക്ക്. Because of political reason they are not taking it out. So what I want to tell you is, temple rebuilding will happen only after the rapture, and we are very close to it, and we are seeing assembling of everything for the third temple. Okay, sir. Sir, what is the timeline of Antichrist in all this? Timeline of Antichrist. Many believe that he is living now. Somewhere he is living, but he will not be revealed until who he restrains. That is, the Holy Spirit is taken from here. പരിശുദ്ധാത്മാവ് സഭയുമായിട്ട് പോകാതെ ആൻറ്റിക്രൈസ്റ്റ് വെളിപ്പെടുത്തില്ല. ആൻറ്റിക്രൈസ്റ്റ് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കുന്ന പലരുമുണ്ട്. യെസ് സർ, ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കേട്ടിട്ടുണ്ട്. അതായത് ഈ റാപ്ചർ സംഭവിക്കാൻ പോകുന്നത് അവസാനത്തെ യഹൂദനും തിരിച്ച് വാഗ്ദത്ത ദേശത്തിലേക്ക് എത്തുമ്പോഴാണെന്ന്. സോ ഇസ് ഇറ്റ് ബിബ്ലിക്കൽ? അല്ല. മാത്യു ചാപ്റ്റർ 24 അത് ബിബ്ലിക്കൽ അല്ല. മാത്യു 24 ക്രൈസ്റ്റിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് പറയുകയാണ്. അവിടെ വായിക്കുന്നു, അതിൻ്റെ 30-ാം വാക്യം, അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്തിൽ വിളങ്ങും, അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും വരുന്നത് കാണും. യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവാണ്. നെക്സ്റ്റ് വേഴ്സ്, അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടെ അയക്കുകയും അവരവൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെയുള്ള 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കും. യേശുക്രിസ്തു വന്നിട്ടാണ് റെസ്റ്റ് ഓഫ് ദ ജൂയിഷ് പീപ്പിളിനെ കൂട്ടുന്നത്. ഓക്കെ സർ. സർ, one question asks, who will be the Antichrist according to you? Only God knows. He will not be revealed before the time. Who is Antichrist? പലരും പറയും പോപ്പാണ്, ഗോർബച്ചോവ് ആണെന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ നോക്കിയിട്ട് പറയും അവരാണ് ആൻറ്റിക്രൈസ്റ്റ്. Nobody will be able to tell who is Antichrist. ആൻറ്റിക്രൈസ്റ്റ് ആരാണെന്ന് ആർക്കും പറയാനൊക്കില്ല. തടുക്കുന്നവൻ മാറിയ ശേഷമേ അവൻ വെളിപ്പെട്ട് വരത്തുള്ളൂ. Okay, sir. Sir, there's a question that asks, should humanity fight the prophesied dismal ending to the believers of Judaism, or should secular humanism rise to the occasion to fight for every human life? ഏത് ഭാഗമാണ് നമ്മൾ എടുക്കേണ്ടത്? എവറി ഹ്യൂമൻ ലൈഫിന് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യണോ? ഫൈറ്റ് ചെയ്യണോ? അതെ അതെ. We should do what is right. Christ is giving value to every human being. So we should also give value to every human being. ദൈവത്തിൻ്റെ പദ്ധതി ദൈവം നടത്തിക്കോളും. പ്രവചനമൊന്നും നിവർത്തിക്കുവാൻ നമ്മൾ ഓരോന്നും ചെയ്യേണ്ട ആവശ്യമില്ല. God in his own time he will do it. His hand is moving in history. Yeah. So there's a question. God made his covenant with Jacob, but Jacob received Isaac's blessings by cheating his brother. Was that just? ജേക്കബിനെ ആ ദൈവം തിരഞ്ഞെടുത്ത്, അതുകൊണ്ട് അവൻ അതൊക്കെ ഡിസീവ് ചെയ്താണെങ്കിൽ കൈവശപ്പെടുത്തിയത്. Jacob I have loved, but Esau I have hated. There is some reason behind it. ദൈവം യാക്കോബിനെ സ്നേഹിച്ചു. അത് ഒരു ക്വസ്റ്റ്യൻ C.H. സ്പർജനോട് ചോദിച്ചു. ഒരു പ്രായമുള്ള അമ്മച്ചി വന്ന് ചോദിച്ചു, I cannot understand why did God hate Esau? സ്പർജൻ തിരിച്ച് മറുപടി പറഞ്ഞു,
Sister, that is not my problem. My problem is, why did God love Jacob? Why did he love us? There is nothing in us, we are like Jacob, but God has loved us. യെസ് സർ, താങ്ക് യു സർ. നമ്മൾ ഈ Q&A സെഷന് വേണ്ടി കൊടുത്തിരിക്കുന്ന സമയം ഏകദേശം തീർന്നിരിക്കുകയാണ്. ആർക്കെങ്കിലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ? നേരിട്ട് ചോദിക്കാനുള്ള അവസരമാണ്. മീറ്റിംഗ് കഴിഞ്ഞും I will be here, you can come towards me if you want, personally. ആർക്കും ചോദ്യങ്ങളില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.